ഹലോ, ഗുഡ് ഈവനിങ്. വായനയുടെ ഇടയിൽ ഒരു പുസ്തകത്തിൽ ഒരു മനോഹരമായ വാക്ക് കണ്ണിലുടക്കുകയുണ്ടായി. ആ വാക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭയങ്കര പ്രാധാന്യമുണ്ട് ആ വാക്കിന്. പലപ്പോഴും നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ട് ആ വാക്കിന്. പലപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കഷ്ടതകളുണ്ട്. പലപ്പോഴും നമ്മളെടുത്ത പുതിയ തീരുമാനങ്ങളിലൂടെ, പലപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ചില വഴികളിലൂടെയൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ചില കഷ്ടതകളിൽ നിന്ന് നമ്മളെ ഒന്ന് ഉയർത്താൻ ആ വാക്കുകൾക്ക് കഴിയും എന്ന് തോന്നി. ആ വാക്കിങ്ങനെയാണ്, വളരെ മനോഹരമായ സുന്ദരമായ വാക്കിങ്ങനെയാണ്: കംഫർട്ട് സോൺ ഈസ് ദ സ്വീറ്റസ്റ്റ് ഡെത്ത് എന്നായിരുന്നു. അതായത് കംഫേർട്ടായിരിക്കുക, സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുക എന്നുള്ളത് ഏറ്റവും മധുരമുള്ള മരണമാണ് എന്നുള്ളതാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷൻ തോന്നി. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുരക്ഷിതമായിട്ടൊരു ജോലി കിട്ടുക, സുരക്ഷിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുക, എപ്പോഴും സാലറി കിട്ടുന്ന ജോലി കിട്ടുക, നമ്മൾ ഇനി പെൻഷനായിരുന്നാൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ജോലി കഴിഞ്ഞ് അവസാനിച്ചപ്പോഴും നമുക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കുന്ന ജോലികൾ കിട്ടുക. അതായത് എപ്പോഴും നമ്മൾ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ, വീട്ടിലിരിക്കണം, പുറത്ത് പോകാൻ പറ്റില്ല, അപകടങ്ങൾ ഉണ്ടാവാത്ത ജോലി കിട്ടുക. അങ്ങനെ നമ്മളെപ്പോഴും കംഫർട്ട് സോണിനെ ഇങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്, ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കാൻ വല്ലാതെ ആശിക്കുന്നവരാണ്. മരണം എന്ന് പറയുന്ന മഹാൻ ഒരു സത്യം നമ്മുടെ മുന്നിലേക്ക് വരാൻ ഉണ്ടെങ്കിലും ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കാനാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ കംഫർട്ട് സോണുകൾ ഒരിക്കലും ഒരു മനുഷ്യനെയും വളർത്തുന്നില്ല, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഈ കംഫർട്ട് സോണിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയാത്തവർ ഒരുപാട് നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്നുമുണ്ട്. ശരിക്കും ചിന്തിച്ചു നോക്കി, നമ്മുടെ ചിന്തകൾ ഉയരാത്ത പക്ഷം, നമ്മളുടെ കയ്യിൽ നിന്ന് പുതിയ പ്രവർത്തനങ്ങൾ വരാത്ത പക്ഷം, നമ്മളിൽ ഇൻബിൽഡായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതിന് തുല്യമല്ലേ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ? അങ്ങനെ ആയിരിക്കെ നമ്മളും റോബോട്ടുകളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? പുതിയതൊന്നും ചെയ്യാത്ത, പുതിയ തീരുമാനങ്ങൾ എടുക്കാത്ത, പുതിയ ചലഞ്ചുകൾ ഏറ്റെടുക്കാത്ത നമ്മൾ ശരിക്കും ഒരു റോബോട്ട് പോലെ ആയി പോകുന്നില്ലേ? അവിടെയാണ് ഈ വാക്ക് പ്രധാനം, അല്ലെങ്കിൽ ഭയങ്കരമായ പ്രാധാന്യം അർഹിക്കുന്നത്. ഈ റോബോട്ടുകളെപ്പോലെ പ്രവർത്തിക്കുന്ന ആളായി മാറുകയാണോ നമ്മൾ വേണ്ടത്? ഒരുപാട് കാലമായി ഉത്തരവാദിത്തത്തോടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തത്തിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ ചെറിയ സമയമാണെങ്കിലും അതിലെങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യാമെന്ന ചലഞ്ചുകളെ ഏറ്റെടുക്കുകയാണോ വേണ്ടത്? അങ്ങനെ ഏറ്റെടുക്കുന്ന ആളുകളാണ് ശരിക്കും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. കംഫർട്ട് സോണുകളിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം സ്വീറ്റസ്റ്റ് ഡെത്ത് അനുഭവിക്കുകയാണ് എന്ന് പറയാം. അതായത് ഏറ്റവും മധുരമുള്ള മരണമാണ് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നത് എന്ന് പറയുന്നു. ഈ വാക്ക് വല്ലാത്ത ഒരു വാക്കാണ്, വല്ലാതെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു വാക്കാണ്. ഇന്ന് തന്നെ നമുക്കൊരു തീരുമാനമെടുക്കണം. ഇക്കഴിഞ്ഞ കാലം, പ്രത്യേകിച്ചും 2024 വരെയുള്ള കാലം നമ്മുടെ മുന്നിൽ വലിയ പാഠം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം പുതിയ തീരുമാനങ്ങൾ എടുത്തെടുത്ത് മാത്രമേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ, പുതിയ സ്റ്റെപ്പുകളിലേക്ക് കയറി വരാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ തീരുമാനങ്ങളിലേക്ക് ഈ 2025 മാറ്റിയെടുക്കണം. ഇക്കഴിഞ്ഞ കാലം അത്രയും നമ്മൾ എങ്ങനെയായിരുന്നോ അത് അല്ല ഈ 2025 നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. 2025 നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ്ണ കാലഘട്ടമായിരുന്നുവെന്നും നമ്മുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നുവെന്നും നാളെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളതാവട്ടെ ഈ 2025 എന്ന ഭാഗ്യവർഷം എന്ന് നമുക്ക് ഉറച്ച് തീരുമാനിക്കാം. എന്നിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ കംഫർട്ട് സോണുകളെ എപ്പോഴും ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, ജീവിച്ചു കൊണ്ടിരിക്കുക. സ്വീറ്റസ്റ്റ് മരണത്തിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഈ ലോകത്ത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പോലും അറിയുന്നുള്ളൂ. താങ്ക് യു.